മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. അയാൾ പാർട്ടിക്ക് പുറത്തെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചും കഴിഞ്ഞു. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും ഇരിപ്പിടം മുതൽ സമീപനം വരെയുള്ള വിഷയങ്ങളിൽ നിലപാടിലെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് MLA-മാരുടെ ബ്ലോക്കിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കണമെങ്കിൽ ഇരിപ്പിട ക്രമീകരണത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി കത്ത് നൽകിയെങ്കിലും എവിടെയായിരിക്കും രാഹുലിന് ഇരിപ്പിടമെന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും സഭയിലെ ബ്ലോക്കിൽ തുടരുവാൻ അനുവദിക്കുകയും ചെയ്യുന്നത് അച്ചടക്ക നടപടിയുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുമെന്ന വാദം കോൺഗ്രസിൽ പ്രബലമാണ്. സഭാ സമ്മേളനം തുടങ്ങാനിരിക്കവേ ഇനിയും അവ്യക്തത തുടരുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ 15-ന് അടിയന്തര KPCC യോഗം ചേരും എന്നാണ് വിവരം. 15-ന് സഭ ആരംഭിക്കുമെങ്കിലും ആദ്യ ദിവസം ചരമോപചാര നടപടികൾ മാത്രമാണുള്ളത്. അതിനുശേഷമായിരിക്കും KPCC യോഗം ചേരുക. സഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു വിഭാഗം നേതാക്കളുള്ളത്. പോലീസ് അതിക്രമങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച സർക്കാരിനെ പ്രതിരോധത്തിലാക്കേണ്ട ഘട്ടത്തിൽ രാഹുൽ വന്നാൽ ഭരണപക്ഷം പിടിവള്ളിയാക്കുമെന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതോടെ സഭയിലെത്തിയാലും സ്വതന്ത്ര അംഗത്തിന്റെ പരിഗണനയെ രാഹുലിന് കിട്ടും. അതായത് 180 മിനിറ്റ് ചർച്ചയിൽ പ്രസംഗിക്കാൻ 1 മിനിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ശ്രദ്ധ ക്ഷണിക്കലിലും സബ്മിഷനുകളും അവതരിപ്പിക്കാനും അവസരം കിട്ടില്ല. ചോദ്യോത്തരവേളയിൽ സംസാരിക്കാനും അവസരമുണ്ടാകില്ല. അതേസമയം നേതാക്കൾ കൈമലർത്തിയാലും രാഹുലിന് അനുഭാവികൾ പ്രതിരോധ കവചം തീർക്കുമെന്ന് ഉറപ്പും നൽകുന്നുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കളാണ് ആ ഉറപ്പുമായിട്ട് രംഗത്തേക്കെത്തിയത്. പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ മണ്ണാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് ഈ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. രാഹുലിനെ ഒറ്റക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തില്ല, തളർത്തും. ഇത് നേതാക്കൾ ഓർത്താൽ നല്ലതാണ്. നേതാക്കൾ കൈമലർത്തിയാലും പാലക്കാട് കാലുകുത്തിയാൽ അനുഭാവികൾ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നാണ് മൻസൂർ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു മൻസൂറിന്റെ പിന്തുണ പ്രഖ്യാപനം. ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടയിലാണ് കത്ത് കൈമാറിയിരിക്കുന്നതും. രാഹുൽ നിയമസഭയിൽ വരുന്നതിൽ ശക്തമായ വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ KPCC അധ്യക്ഷനെ അറിയിച്ചിരുന്നു. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ സർക്കാരിനെതിരെയുള്ള ആഞ്ഞടിക്കാനുള്ള അവസരം നഷ്ടമാകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. അതേസമയം രാഹുലിനെ സംരക്ഷിക്കും എന്നാണ് A ഗ്രൂപ്പിന്റെയും ഒരു വിഭാഗം നേതാക്കളുടെയും നിലപാട്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടും ഭരണകക്ഷി MLA-മാർ സഭയിൽ എത്തുന്നുണ്ട് എന്നാണ് ന്യായീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും നിലപാട്.